ഹായ് ഫ്രണ്ട്സ്, അനിയ കെ ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ +1 മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ എക്സസൈസ് 3.3 ആയിട്ട് 11 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതേ എക്സസൈസിലെ 12ാമത് മുതലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ +1 തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പാഠങ്ങളിൽ ഒന്നാണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. അതിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു എക്സസൈസ് ആണ് എക്സസൈസ് 3.3. പക്ഷേ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ടെക്സ്റ്റിലെ അതേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകും. അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് പഠിക്കുക. ആദ്യത്തെ 11 ചോദ്യങ്ങൾ ക്ലാസ് കണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 12ാമത്തെ ചോദ്യം മുതലാണ്. അപ്പോൾ നമ്മുടെ 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് sin² 6x മൈനസ് sin² 4x ഈസ് ഈക്വൽ ടു sin 2x ഇൻറ്റു sin 10x ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷനുമായിട്ട് ഓരോ ചോദ്യത്തിനെയും പ്രൂവ് ചെയ്യുന്ന ഓരോ ചോദ്യത്തിനെയും കണക്ട് ചെയ്യണം. അതായത് ഈ ഒരു സാധനം പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ച ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ, sin² 6x മൈനസ് sin² 4x അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ പഠിച്ച ഇക്വേഷൻ ഏതൊക്കെയാണ്? sin 6x പ്ലസ് sin 4x, sin 6x മൈനസ് sin 4x, പിന്നെ sin 2x പഠിച്ചിട്ടുണ്ട്, sin 6x പ്ലസ് 4x പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച ഒരു രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന 7ാം ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു ചെറിയ ഇക്വേഷൻ a² മൈനസ് b². a² മൈനസ് b² എന്താണ്? a² മൈനസ് b² എന്ന് പറയുന്നത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ് അല്ലെ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. a² മൈനസ് b² ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് a² മൈനസ് b² ആണെന്ന് വിചാരിക്കാം. അതായത് sin² 6x മൈനസ് sin² 4x, a² മൈനസ് b² എന്താ വരിക? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. a എന്താണ്? sin 6x ആണ്. sin 6x പ്ലസ് sin 4x a പ്ലസ് ബി ആയി. നമ്മൾ LHS ആണ് കേട്ടോ ചെയ്യുന്നത്. LHS ആണ് ചെയ്യുന്നത്. sin 6x പ്ലസ് sin 4x ഇൻറ്റു sin 6x മൈനസ് sin 4x. അപ്പോൾ sin² 6x മൈനസ് sin² 4x നമുക്ക് എങ്ങനെ എഴുതാം? sin 6x പ്ലസ് sin 4x sin 6x പ്ലസ് sin 4x ഇൻറ്റു sin 6x മൈനസ് sin 4x. ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ എഴുതും? sin 6x പ്ലസ് sin 4x sin x പ്ലസ് sin y എന്തായിരുന്നു? sin x പ്ലസ് sin y 2 sin of x പ്ലസ് y ബൈ 2. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക? 2 sin of 6x പ്ലസ് 4x ബൈ 2 ഇൻറ്റു cos of x മൈനസ് y ബൈ 2. അപ്പോൾ 6x മൈനസ് 4x ബൈ 2. അപ്പോൾ ഇത്ര എഴുതിയപ്പോൾ ഇത്രയാണ് തീർന്നത് അല്ലെ. sin 6x പ്ലസ് sin 4x ന്റെ എക്സ്പാൻഷൻ ആണ് നമ്മൾ ഇവിടെ വരെ എഴുതിയത്. ഇനി എന്തുണ്ട്? sin 6x മൈനസ് sin 4x ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ എഴുതിയത്. 2 sin of 6x പ്ലസ് 4x ബൈ 2 ഇൻറ്റു cos of 6x മൈനസ് 4x ബൈ 2. അടുത്തത് ഇതിന്റെ എക്സ്പാൻഷൻ എഴുതണം. ഇൻറ്റു 2 sin 6x മൈനസ് sin 4x എന്തായിരുന്നു? 2 sin of x മൈനസ് y ബൈ 2 cos of x പ്ലസ് y ബൈ 2. അപ്പോൾ 2 sin of 6x മൈനസ് 4x ബൈ 2 cos of 6x പ്ലസ് 4x ബൈ 2 ആണല്ലോ. ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, 2 sin of 6x പ്ലസ് 4x 10x ആണ്. 10x ബൈ 2 ദാറ്റ് ഈസ് 5x ഇൻറ്റു cos of 6x മൈനസ് 4x എന്താണ്? 6x മൈനസ് 4x 2x ആണ്. 2x ബൈ 2 എന്ന് പറയുന്നത് x ആണ്. ഇൻറ്റു 2 sin of 6x മൈനസ് 4x 2x ആണ്. 2x ബൈ 2 x ആണ് അല്ലെ. ഇൻറ്റു 6x cos of 6x പ്ലസ് 4x 10x ആണ്. ബൈ 2 ചെയ്യുമ്പോൾ 5x എന്ന് കിട്ടും. അപ്പോൾ 2 sin 5x cos x ഇൻറ്റു 2 sin x cos 5x. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ആലോചിക്കണം, നമുക്ക് എന്താ കിട്ടേണ്ടത്? sin 2x ഇൻറ്റു sin 10x ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം sin 2x എന്തായിരുന്നു? 2 sin x cos x ആയിരുന്നു. sin 2x എന്ന് പറയുന്നത് 2 sin x cos x ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ sin 10x എന്തായിരിക്കും? sin 2x എന്ന് പറയുന്നത് 2 sin, ഇനി 2x ന്റെ പകുതി x cos x. അങ്ങനെയാണെങ്കിൽ sin 10x എന്ന് പറയുന്നത് 2 അത് കോൺസ്റ്റന്റ് ആണ്. 2 കോൺസ്റ്റന്റ് ആണ്. 2 sin ഈ ആംഗിളിന്റെ പകുതി 5x cos 5x ഇതായിരിക്കും sin 10x എന്ന് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കുക. sin 2x 2 sin x cos x ആണെങ്കിൽ sin 10x എന്ന് പറയുന്നത് 2 sin 5x cos 5x ആയിരിക്കും. sin 4x എന്തായിരിക്കും? 2 sin 2x cos 2x. sin 6x ആണെങ്കിലോ 2 sin 3x cos 3x. പകുതി എടുക്കുക.
ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സൈൻ 2x ആക്കാൻ വേണ്ടിയിട്ട് 2 sin x cos x എന്ന് വേണം. അപ്പൊ ഇതിനകത്ത് ഈ സാധനങ്ങളെല്ലാം ഉണ്ട്, നമ്മളൊന്ന് അറേഞ്ച് ചെയ്താലും മതി. 2 ഈ 2 എടുത്ത് ഞാൻ ഇവിടെ എഴുതി, ഈ sin x ഇവിടെ എഴുതി, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇനി ഈ ഒരു cos x എടുത്ത് ഇവിടെ എഴുതി. അപ്പോൾ 2 sin x cos x ഇൻറ്റു വേറൊരു 2 ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട് 2 sin 5x ഉണ്ട്, cos 5x ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ 2 sin x cos x എന്ന് കിട്ടി, അത് sin 2x ആണ്. 2 sin 5x cos x എന്ന് കിട്ടി, അത് sin 10x ആണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്, നമുക്ക് ആദ്യം sin square 6x മൈനസ് sin square 4x ആയിരുന്നു. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി നമ്മൾ പഠിച്ച ഇക്വേഷന്റെ രീതിയിലോട്ട് മാറ്റി എഴുതി. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടില്ല, 2 sin 5x cos x ഇൻറ്റു 2 sin x cos 5x. ഇനി നമ്മൾ ഉത്തരത്തിലോട്ട് നോക്കണം. നമ്മൾ എന്ത് പ്രൂവ് ചെയ്താലും നമ്മൾ എങ്ങോട്ടാണ് എത്തേണ്ടത് എന്ന് എപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പൊ sin 2x ഇൻറ്റു sin 10x ആണ് എത്തേണ്ടത്. അപ്പൊ ആ ഒരു രീതി വെച്ചിട്ട് 2 sin x cos x ആക്കി ഒരു പാർട്ട് എഴുതി, 2 sin 5x cos 5x ആയിട്ട് മറ്റൊരു പാർട്ട് എഴുതി. അപ്പൊ ഇത് രണ്ടുകൂടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ sin 2x ഇൻറ്റു sin 10x എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. cos square 2x minus cos square 6x is equal to sin 4x into sin 8x ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, നമ്മൾ നേരത്തെയും ഇതേപോലെ തന്നെയാണ് a square minus b square എന്ന ഫോർമാറ്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെയാണ് ചെയ്യാം. LHS എങ്ങനെ വരും, cos square 2x minus cos square 6x, a square minus b square എന്തായിരുന്നു, a plus b into a minus b. so cos 2x plus cos 6x into cos 2x minus cos 6x അല്ലേ, a plus b into a minus b. അതാണ് നമ്മുടെ LHS എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. cos 2x plus cos 6x എന്താണ്, cos x plus cos y, 2 cos of x plus y by 2 cos of x minus y by 2 അതായിരുന്നില്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ 2 cos of x plus y by 2, 2x plus 6x by 2, 2x plus 6x എത്രയാണ്, 2x plus 6x 8x ആണ്, 8x by 2 that means 4x ആണ് അല്ലെ, into cos of x minus y by 2, 2x minus 6x, 2x minus 6x എന്ന് പറയുമ്പോൾ minus 4x ആണ്, 2 minus 6 minus 4. അപ്പോൾ 2x minus 6x minus 4x, minus 4x by 2 that means minus 2x into, അപ്പൊ ഇത്രയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തത്. cos 2x plus cos 6x എന്ന് പറയുന്നത് 2 cos 4x into cos of minus 2x ആണ്. ഇനി നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാം. cos 2x minus cos 6x. അപ്പൊ cos x minus cos y എക്സ്പാൻഷൻ എന്താണ്, minus 2 sin of x plus y by 2 x minus sin of x minus y by 2. അപ്പൊ നമ്മളിവിടെ minus 2 ഇടണം കേട്ടോ. അപ്പൊ ഇവിടെ ഇൻറ്റു ആണ്, ഇൻറ്റു minus 2 sin of x plus y by 2, 2x plus 6x 8x by 2 4x into sin of x minus y by 2, 2x minus 6x minus 4x by 2 minus 2x. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതും, ഇത് നമ്മൾ ഈ മൈനസ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് മൈനസ് ഇങ്ങനെ വെളിയിൽ എടുക്കാം അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 cos 4x into cos of minus 2x, cos of minus x എന്തായിരുന്നു, cos of minus x എന്ന് പറയുന്നത് cos x ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. cos of minus x എന്ന് പറയുന്നത് cos x ആണ് അല്ലെ. അപ്പൊ cos of minus 2x എന്ന് പറയുന്നത് cos 2x ആയിരിക്കും, into minus 2 sin 4x into sin of minus x എന്തായിരുന്നു, sin of minus x എന്ന് പറയുന്നത് minus sin x ആയിരുന്നു, sin of minus x എന്ന് പറയുന്നത് minus sin x ആയിരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും, minus sin 2x എന്ന് വരും. കറക്റ്റ് അല്ലേ? is equal to 2 cos 4x cos 2x into ഈ മൈനസും ഈ മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, പ്ലസ് ആകും അല്ലെ. അപ്പോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. സോ sin 4x ഇൻറ്റു sin 2x. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തൊരു ഫോർമാറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കിട്ടേണ്ടത് sin 4x ഇൻറ്റു sin 8x ആണ്. അപ്പോൾ sin 4x കിട്ടാൻ നമുക്ക് എങ്ങനെ എഴുതാം, നേരത്തെ പോലെ 2 sin 2x cos 2x, 2 sin 2x cos 2x. ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് മാറ്റി എഴുതാം. 2 ഇവിടെ ഉണ്ട്, ഇനി sin 2x ഇവിടെ ഉണ്ട്, cos 2x ഇവിടെ ഉണ്ട്, ഇൻറ്റു sin 8x എന്തായിരിക്കും, 2 sin 4x cos 4x. sin 4x ആണെങ്കിൽ 2 sin 2x cos 2x, sin 8x ആണെങ്കിൽ 2 sin 4x cos 4x. അപ്പൊ ആ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ നോക്കാം. ഓ ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു കേട്ടോ.
ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, -2 ഇൻറ്റു ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ആ 2 ഞാൻ ഇവിടെ എടുത്ത് എഴുതി 2 sin 4x ഇൻറ്റു cos 4x ഈസ് ഈക്വൽ ടു 2 sin 2x cos 2x എന്താണ്? 2 sin 2x cos 2x എന്ന് പറയുന്നത് sin 4x ആണ് ഇൻറ്റു മറ്റത് sin 8x ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് സൈൻ ഓഫ് cos a പ്ലസ് cos b വെച്ചിട്ടും cos x പ്ലസ് cos y വെച്ചിട്ടും cos x മൈനസ് cos y വെച്ചിട്ടും ബാക്കിയുള്ളതെല്ലാം എക്സ്പാൻഡ് ചെയ്തു. എന്നിട്ട് sin 4x ന്റെ എക്സ്പാൻഷൻ നമ്മൾ നോക്കി, sin 8x ന്റെ എക്സ്പാൻഷൻ നമ്മൾ നോക്കി. ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ അടുത്ത 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് sin 2x പ്ലസ് 2 sin 4x പ്ലസ് sin 6x ഈസ് ഈക്വൽ ടു 4 cos square x ഇൻറ്റു sin 4x ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമുക്കിവിടെ 3 സൈൻ ഉണ്ടല്ലേ, സൈൻ ഫംഗ്ഷൻ ആയിട്ട് 3 ആംഗിളുകൾ ഉണ്ട്. അപ്പോൾ 3 എണ്ണം ഉള്ളത് കൂട്ടാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ഓരോ ആംഗിളും എടുത്ത് നോക്കുക. ഇവിടെ 2x ആണ്, ഇവിടെ 4x ആണ്, ഇവിടെ 6x ആണ്. ഇതിൽ 2 ആംഗിളുകൾ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 2 ആംഗിൾ തങ്ങളിൽ കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ മൂന്നാമത്തെ ആംഗിൾ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ജസ്റ്റ് പറഞ്ഞുതരാം. 2x പ്ലസ് 4x ഈ 2 ആംഗിളും കൂട്ടണം, അപ്പോൾ 6x കിട്ടും. പക്ഷെ അതുപോരാ, 2 ആംഗിളുകൾ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2x പ്ലസ് 4x 6x ആണ്. 6x ബൈ 2 എന്ന് പറയുന്നത് 3x ആണ്. വന്നില്ലല്ലോ, മൂന്നാമത്തെ ആംഗിൾ വന്നില്ലല്ലോ. ഇവിടെ ഡിഫറൻസ് എടുത്താലും വരത്തില്ല. 4x മൈനസ് 2x ആണ്. ബൈ 2 ചെയ്യുമ്പോൾ x വരത്തുള്ളൂ. മൂന്നാമത്തെ ആംഗിൾ കിട്ടണം. ഇനി ഇത് രണ്ടും ചെയ്ത് നോക്കിയാലോ. 6 4 10, 10 ബൈ 2 5. ഇവിടെ 5 ആണോ ഉള്ളത്? അല്ല. ഇനി 6 മൈനസ് 4 2. പക്ഷെ അതുപോരാ, 6 മൈനസ് 4 2 ആണ്. 2 ബൈ 2 1 ആണ്. അതായത് ഏതെങ്കിലും 2 ആംഗിൾ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ മൂന്നാമത്തെ ആംഗിൾ കിട്ടണം. പക്ഷെ ഈ 2 ആംഗിൾ നോക്കിയേ, ഈ 2 ആംഗിൾ sin 2x ഉം sin 6x ഉം 2ഉം 6ഉം 8 അല്ലെ. 2x പ്ലസ് 6x 8x. 8x ബൈ 2 എന്ന് പറയുന്നത് 4x ആണ്. അപ്പൊ കിട്ടിയില്ലേ, മൂന്നാമത്തെ ആംഗിൾ കിട്ടിയില്ലേ. ആ 2 ആംഗിൾ വേണം നമ്മൾ കൂട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ആംഗിളിനെ എടുത്ത് ഇവിടെ പിടിച്ച് എഴുതണം. അപ്പോൾ sin 6x പ്ലസ് sin 2x ഈ ഒരു സെറ്റിനെയാണ് നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. ബാക്കി എന്താണോ കിടക്കുന്നത് അത് തന്നെ എഴുതുക. പ്ലസ് 2 sin 4x. ഓക്കെ, നമ്മൾ LHS ആണ് ചെയ്യുന്നത്. അപ്പോൾ sin 6x പ്ലസ് sin 2x പ്ലസ് 2 sin 4x ഇത് നമ്മൾ എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? sin 6x പ്ലസ് sin 2x നെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യും? 2 sin of x plus y by 2 അല്ലെ. 2 sin of x plus y by 2 6x plus 2x 8x by 2 4x into cos of x minus y by 2 6x minus 2x 4x by 2 2x plus 2 sin 4x. ഇവിടെ രണ്ടിടത്തും ഒരു 2 sin 4x ഇല്ലേ. ഇവിടെ ഒരു 2 sin 4x ഉണ്ട്, ഇവിടെ ഒരു 2 sin 4x ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടും കൂടി കോമൺ എടുത്തൂടെ? ഇങ്ങനെ കോമൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒരു സംഗതി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ മൂന്നാമത്തെ ആംഗിൾ വരുമോ ഇല്ലയോ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ രണ്ടിടത്തും 2 sin 4x ഉണ്ട്. അപ്പൊ 2 sin 4x കോമൺ എടുക്കാം. 2 sin 4x ഇൻറ്റു ഇവിടെ 2 sin 4x പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉള്ളത്? cos 2x ആണുള്ളത് അല്ലെ. cos 2x. ഇവിടെ 2 sin 4x പോയി കഴിഞ്ഞാലോ 0 ആണെന്ന് പറയരുത്. ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ 1 എന്ന് എഴുതും. പ്ലസ് 1 ശരിയാണോ എന്ന് നോക്കാം. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ നോക്കിയേ. 2 sin 4x into cos 2x 2 sin 4x into cos 2x പ്ലസ് 2 sin 4x into 1 2 sin 4x. അപ്പൊ ഇത് തന്നെയല്ലേ ഇതും. ഓക്കെ, അപ്പൊ ഇനി 2 sin 4x into cos 2x plus 1 എന്ന് കിട്ടി. ഇനി നമ്മൾ ആലോചിക്കണം cos 2x plus 1 എന്താണ്. നമുക്കിവിടെ ഇക്വേഷൻ ഉണ്ട്. 4 cos square x into sin 4x ആണ്. അപ്പൊ ഏറെക്കുറെയൊക്കെ നമ്മൾ sin 4x കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് cos square x ആണ് വരേണ്ടത് അല്ലേ. അപ്പൊ ജസ്റ്റ് ആലോചിക്കുക cos 2x plus 1 എന്തായിരുന്നു? cos 2x നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതില് cos square x മാത്രം വരുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കണം. കാരണം നമ്മുടെ ആൻസറിൽ cos square x മാത്രം മതി. അപ്പൊ cos 2x ന് cos square x മാത്രം വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2 cos square x minus 1 ആയിരുന്നു. 2 cos square x minus 1. അപ്പൊ ഈ -1 ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്താ വരിക? cos 2x plus 1 is equal to 2 cos square x എന്ന് വരും അല്ലെ. അപ്പൊ നമുക്കിവിടെ cos 2x plus 1 ആണ് കിടക്കുന്നത്. പകരം നമുക്ക് 2 cos square x എഴുതി കൂടെ. അപ്പൊ എങ്ങനെ വരാ? 2 sin 4x ഇൻറ്റു ഈ 2 cos square x എഴുതാം. അതെങ്ങനെയാണ് വന്നത്? cos 2x ന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 2 cos square x minus 1 ആണ്. അങ്ങനെയാണെങ്കിൽ cos 2x plus 1 എന്ന് പറയുന്നത് 2 cos square x ആണ്. അപ്പൊ ഈ ഒരു സാധനം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 into 2 എന്താണ്? 4 ആണ്. ഇനി ആൻസറിൽ cos square x ആദ്യം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ cos square x ആദ്യം എഴുതാം. sin 4x. അപ്പോ hence proved എഴുതിയാലും പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ എത്തും, അടുത്തൊക്കെ എത്തും. അത് കഴിഞ്ഞ് നമ്മൾ ആൻസറിലേക്ക് വീണ്ടും നോക്കുമ്പോൾ ഏത് ഇക്വേഷൻ ഇനി കൊടുക്കണം എന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ തലയിൽ വരും. അടുത്ത ചോദ്യം കുറച്ച് നീണ്ട ചോദ്യമാണ്. 15ാമത്തെ ചോദ്യം, കോട്ട് 4x ഇൻറ്റു സൈൻ 5x പ്ലസ് സൈൻ 3x ഈസ് ഈക്വൽ ടു കോട്ട് എക്സ് ഇൻറ്റു സൈൻ 5x മൈനസ് സൈൻ 3x ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ ഇത്രയും നേരം എങ്ങനെയാണ് ചെയ്യുന്നത്, LHS എടുക്കും, അത് എക്സ്പാൻഡ് ചെയ്ത് അവസാനം RHSലോട്ട് കൊണ്ടെത്തിക്കും അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. LHS ചെയ്ത് നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് എത്തും, RHSും എക്സ്പാൻഡ് ചെയ്ത് ഒരു ഉത്തരത്തിലേക്ക് എത്തും. ആ രണ്ട് ഉത്തരവും സെയിം ആയിരിക്കും. അതുകൊണ്ട് LHS ഈസ് ഈക്വൽ ടു RHS എന്ന് എഴുതി ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതാം. നോക്കിക്കോളണം. അപ്പൊ നമ്മൾ ആദ്യം LHS എഴുതും. LHS എന്താണ്? കോട്ട് 4x ഇൻറ്റു സൈൻ 5x പ്ലസ് സൈൻ 3x എന്നാണ് LHS കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോട്ട് 4x ചെറുതായിട്ടൊന്ന് മാറ്റാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോട്ടെക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. കോട്ടെക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. അപ്പൊ കോട്ട് 4x നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 4x ഡിവൈഡഡ് ബൈ സൈൻ 4x ഇൻറ്റു സൈൻ 5x പ്ലസ് 3x അല്ലെ, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, സൈൻ 5x പ്ലസ് 3x നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സൈൻ 5x പ്ലസ് 3x എന്താണ്? 2 സൈൻ ഓഫ് x പ്ലസ് y ബൈ 2, 5x പ്ലസ് 3x ബൈ 2. 5x പ്ലസ് 3x 8x ആണ്. 8x ബൈ 2 എന്ന് പറയുന്നത് 4x ആണ്. ഇൻറ്റു കോസ് ഓഫ് x മൈനസ് y ബൈ 2, 5x മൈനസ് 3x 2x ആണ്. 2x ബൈ 2 എന്ന് പറയുമ്പോൾ x എന്ന് വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ cos 4x ബൈ സൈൻ 4x ഇൻറ്റു 2 സൈൻ 4x cos x. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നെങ്കിൽ ഇത് ഇൻറ്റു അല്ലേ? ഇൻറ്റു ആകുമ്പോൾ നമുക്ക് ഡിവൈഡും മുകളിൽ കിടക്കുന്ന താഴെ കിടക്കുന്ന വെട്ടിക്കളയാലോ. അപ്പോൾ cos 4x ബൈ സൈൻ 4x ഇൻറ്റു 2 സൈൻ 4x cos x. അപ്പോൾ സൈൻ 4xും സൈൻ 4xും ക്യാൻസൽ ആയി. ബാക്കി എന്താ വരിക? cos 4x ഇൻറ്റു 2 ആദ്യം എഴുതാം. 2 cos 4x cos x. അപ്പൊ എങ്ങനെ എഴുതിയത്? നമ്മള് കോട്ട് 4x നമ്മൾ cos 4x ബൈ സൈൻ 4x എന്ന് എഴുതി. ഇൻറ്റു സൈൻ 5x പ്ലസ് സൈൻ 3x എക്സ്പാൻഷൻ എഴുതി. അപ്പോൾ സൈൻ 4x ക്യാൻസൽ ചെയ്തു. 2 ആദ്യം എഴുതി. 2 cos 4x cos x. അപ്പൊ ഇതാണ് നമ്മുടെ RHS. ഈ RHSനെ നമുക്ക് LHSും എക്സ്പാൻഡ് ചെയ്ത് ഇതിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസർ LHS ഈസ് ഈക്വൽ ടു RHS എന്ന് എഴുതാൻ പറ്റും. LHS ചെയ്തതുപോലെ തന്നെ നമുക്ക് RHS എക്സ്പാൻഡ് ചെയ്യാം. RHS എന്താണ്? RHS എന്ന് പറയുന്നത് കോട്ടെക്സ് ഇൻറ്റു സൈൻ 5x മൈനസ് സൈൻ 3x ആണ് അല്ലെ. സൈൻ 5x മൈനസ് 3x. അപ്പൊ അതിന് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കണം. ഓക്കെ, ഈസ് ഈക്വൽ ടു കോട്ടെക്സ് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. ഇൻറ്റു സൈൻ 5x മൈനസ് സൈൻ 3x എന്താണ്? സൈൻ എക്സ് മൈനസ് സൈൻ y എന്താണ്? 2 സൈൻ ഓഫ് എക്സ് മൈനസ് y ബൈ 2 കോസ് ഓഫ് എക്സ് പ്ലസ് y ബൈ 2. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇവിടെ എങ്ങനെ എഴുതാം? 2 സൈൻ ഓഫ് എക്സ് മൈനസ് y ബൈ 2 5x മൈനസ് 3x. 5x മൈനസ് 3x എന്ന് പറയുന്നത് 2x ആണ് ബൈ 2. അപ്പൊ x എന്ന് കിട്ടും. 2 സൈൻ എക്സ് കോസ് ഓഫ് 5x പ്ലസ് 3x 8x ബൈ 2 4x. അപ്പൊ ഇവിടെ നമുക്ക് സൈൻ എക്സും ക്യാൻസൽ ചെയ്യാം. ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് ആദ്യം എഴുതാം 2 cos 4x cos x. അപ്പൊ ഇതല്ലേ നമ്മുടെ LHS എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ LHS. അപ്പൊ LHS ഈസ് ഈക്വൽ ടു RHS എന്ന് കിട്ടി. ഹെൻസ് പ്രൂവ്ഡ്. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ LHS എടുത്ത് എക്സ്പാൻഡ് ചെയ്തു. 2 cos 4x cos x എന്ന് എഴുതി. ഇനി RHS എടുത്ത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ അതേ 2 cos 4x cos x തന്നെ കിട്ടി. അപ്പോൾ LHS ഈസ് ഈക്വൽ ടു RHS. അപ്പൊ അടുത്ത 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് cos 9x മൈനസ് cos 5x ബൈ സൈൻ 17x മൈനസ് സൈൻ 3x ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ 2x ബൈ cos 10x ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ പോലെ തന്നെ LHS എടുത്തങ്ങ് ചെയ്യാം. അപ്പോൾ LHS ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് RHSലേക്ക് എത്താൻ പറ്റും. അപ്പോൾ cos 9x മൈനസ് cos 5x നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? cos x മൈനസ് cos y എന്ന് പറയുന്നത് മൈനസ് 2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? മൈനസ് 2 സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 9x പ്ലസ് 5x ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പൊ 9x മൈനസ് 5x ബൈ 2 അല്ലെ. ഇനി നമ്മൾ എങ്ങനെ എഴുതും? ബൈ, അപ്പോൾ ഒരു ഡിവൈഡഡ് ബൈ ഉണ്ടായിരുന്നു, അത് എഴുതി. അപ്പോൾ ഈ ഒരു ഡിവൈഡ് ബൈ എഴുതി. cos 10x മൈനസ് cos 5x എക്സ്പാൻഷൻ കഴിഞ്ഞു. ഇനി sin 17x മൈനസ് sin 3x ആണ്. sin x മൈനസ് sin y എന്തായിരുന്നു?
2 sin of x plus y by 2. 2 sin of x plus y by 2 എന്ന് പറയുമ്പോൾ 17x 2 sin of x minus y by 2. അപ്പോൾ 17x minus 3x by 2 into cos of x plus y by 2. 17x plus 3x by 2. അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതും? ഈസ് ഈക്വൽ ടു മൈനസ് 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. ഇനി sin 9x പ്ലസ് 5x 14x ആണ്. 14x by 2 എന്ന് പറയുന്നത് മൈനസ് sin 7x ആണ് അല്ലെ. 14x by 2 7x into sin 9x minus 4x 9x minus 5x 4x ആണ്. 4x by 2 2x ആണ്. divided by sin 17x minus 3x 17x minus 3x എന്ന് പറയുന്നത് 14x ആണ്. 14x by 2 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെയും sin 7x എന്ന് കിട്ടും into cos 17x plus 3x 17x plus 3x 20x ആണ്. 20x by 2 എന്ന് പറയുമ്പോൾ 10x എന്ന് കിട്ടും. അപ്പോൾ sin 7x ഉം sin 7x ഉം ക്യാൻസൽ ആയി പോയി. മൈനസ് sin 2x by cos 10x. അപ്പോൾ സിമ്പിൾ അല്ലാതെ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഡിവൈഡ് ബൈക്ക് മുകളിലുള്ളതും ഡിവൈഡ് ബൈക്ക് താഴെയുള്ളതും എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തിട്ട് മുകളിലും താഴെയുള്ള ആൾക്കാരെ എല്ലാം വെട്ടിക്കളയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും മൈനസ് sin 2x by cos 10x എന്ന്. നേരത്തെ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വന്നേക്കുന്നത്. sin 5x plus sin 3x by cos 5x plus cos 3x is equal to tan 4x ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ നേരത്തെ പോലെ എക്സ്പാൻഡ് ചെയ്യും അല്ലേ? sin 5x plus sin 3x എന്താണ്? 2 sin 5x plus 3x by 2. അപ്പോൾ sin x plus sin y എന്ന് പറയുന്നത് 2 sin of x plus y by 2 cos of x minus y by 2. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 2 sin of x plus y by 2 5x plus 3x 8x by 2 ചെയ്യുമ്പോൾ 4x into cos of x minus y by 2 5x minus 3x 2x 2x by 2 x ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ അപ്പോൾ ഈ ഡിവൈഡ് ബൈ എഴുതി. ഇനി cos 5x plus cos 3x എന്താണ്? cos x plus cos y എന്ന് പറയുന്നത് 2 cos of x plus y by 2 cos of x minus y by 2 ആണ്. അപ്പോൾ 2 cos of x plus y by 2 5x plus 3x 8x 8x by 2 4x into cos of x minus y by 2 5x minus 3x 2x ആണ്. 2x by 2 എന്ന് പറയുമ്പോൾ x വരും. അപ്പോൾ ഈ 2 മുകളിലുള്ള താഴെയുള്ളത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 ക്യാൻസൽ ആയി പോയി. cos x ക്യാൻസൽ ആയി പോയി. sin 4x by cos 4x എന്താണ്? sin 4x by cos 4x tan 4x ആണ്. അപ്പൊ ഈ ആൻസർ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണല്ലേ, sin 5x plus sin 3x by cos 5x plus cos 3x is equal to tan 4x. അപ്പൊ നിങ്ങൾ ആൻസർ നോട്ട്ബുക്കിൽ എഴുതാൻ നേരത്ത് LHS എന്ന് എഴുതി ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ട് LHS എഴുതിയിട്ട് ഇങ്ങനെ ഒരു ഇംപ്ലൈസ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു LHS എടുത്ത് എഴുതുക. sin 5x plus sin 3x by cos 5x plus cos 3x. അതിവിടെ എടുത്ത് എഴുതിയതിനു ശേഷം ഈസ് ഈക്വൽ ടു ഈ സാധനം എഴുതുക. 2 sin 4x cos x by 2 cos 4x cos x 2 ക്യാൻസൽ ആയി. cos x ക്യാൻസൽ ആയി. ഈസ് ഈക്വൽ ടു tan 4x. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ള നമ്മളിവിടെ ക്വസ്റ്റ്യൻ എഴുതുകൊണ്ടാണ് LHS വീണ്ടും എടുത്ത് എഴുതാത്തത്. അപ്പോൾ നിങ്ങൾ ആൻസറിൽ എഴുതാൻ നേരത്ത് LHS എന്ന് എഴുതി ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതി അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് sin x minus sin y by cos x plus cos y is equal to tan of x minus y by 2 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഇവിടെ നമ്പേഴ്സ് ഇല്ല, എക്സും വൈയും ആണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ചെയ്യാം. sin x minus sin y by cos x plus cos y. sin x minus sin y നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? sin x minus sin y എന്ന് പറയുമ്പോൾ 2 sin of x minus y by 2 cos of x plus y by 2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? LHS 2 sin of x minus y by 2 into cos of x plus y by 2 divided by cos x plus cos y യുടെ എക്സ്പാൻഷൻ എന്താണ്? 2 cos of x plus y by 2 cos of x minus y by 2. അപ്പോൾ 2 cos of x plus y by 2 cos of x minus y by 2. അപ്പൊ ഇവിടെ ഒരു cos of x plus y by 2 ഉണ്ട്, ഇവിടെയും ഒരു cos of x plus y by 2 ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പോൾ cos of x plus y by 2 മുകളിലും താഴെയുണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി. 2 മുകളിലും താഴെയുണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി. ഇനി sin of x minus y by 2 divided by cos of x minus y by 2 എന്താണ്? sin x divided by cos y എന്താണ്? sin x divided by cos x എന്താണ്? tan x ആണ്. sin x divided by cos x tan x അല്ലേ? sin x divided by cos x എന്താണ്? tan x ആണ്. അപ്പോൾ sin x minus y by 2 divided by cos x minus y by 2 എന്തായിരിക്കും? tan x minus y by 2 ആയിരിക്കില്ലേ?
tan x മൈനസ് വൈ ബൈ ടു. അപ്പൊ അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്. നമുക്ക് sin x മൈനസ് sin y ബൈ cos x പ്ലസ് cos y തന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവിടുത്തെ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാലോ നമ്മൾ ജസ്റ്റ് അതിനെ എക്സ്പാൻഡ് ചെയ്യുക, മുകളിലും താഴെയുള്ളത് ക്യാൻസൽ ചെയ്ത് കളയുക, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതേ മോഡലുള്ളത് തന്നെയാണ് നമ്മുടെ 19ാമത്തെ ചോദ്യവും. sin x പ്ലസ് sin 3x ബൈ cos x പ്ലസ് cos 3x ഈസ് ഈക്വൽ ടു tan 2x ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? LHS എഴുതാം. LHS എന്ന് പറയുന്നത് sin x പ്ലസ് sin 3x ബൈ cos x പ്ലസ് cos 3x ആണ്. sin x പ്ലസ് sin y നമുക്കറിയാം 2 sin of x പ്ലസ് y ബൈ 2 x മൈനസ് y ബൈ 2. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി 2 sin of x പ്ലസ് y ബൈ 2 x പ്ലസ് 3x 4x ആണ്. 4x ബൈ 2 എന്ന് പറയുന്നത് 2x ആണ്. ഇൻറ്റു cos of x മൈനസ് y ബൈ 2. അപ്പൊ cos of x മൈനസ് y ബൈ 2 x മൈനസ് 3x എത്രയാണ്? x മൈനസ് 3x എന്ന് പറയുന്നത് മൈനസ് 2x ആണ്. മൈനസ് 2x ബൈ 2 എന്ന് പറയുമ്പോൾ മൈനസ് x എന്ന് വരും അല്ലെ. x മൈനസ് 3x മൈനസ് 2x ബൈ 2 മൈനസ് x ഡിവൈഡഡ് ബൈ 2 cos of x പ്ലസ് y ബൈ 2 cos of x മൈനസ് y ബൈ 2 എന്നല്ലേ. അപ്പോൾ 2 cos of x പ്ലസ് y ബൈ 2 3 പ്ലസ് 1 അല്ലെങ്കിൽ 4x ബൈ 2 2x ഇൻറ്റു cos of x മൈനസ് y ബൈ 2 x മൈനസ് 3x മൈനസ് 2x ബൈ x മൈനസ് x. ഇവിടെ നേരത്തെ പോലെ തന്നെയാണ് 2 ക്യാൻസൽ ആയി. cos of മൈനസ് x ഉം cos of മൈനസ് x ഉം ക്യാൻസൽ ആയി. sin 2x ബൈ cos 2x എന്ന് പറയുന്നത് tan 2x ആണ്. അടുത്ത 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് sin x മൈനസ് sin 3x ബൈ sin സ്ക്വയർ x മൈനസ് cos സ്ക്വയർ x ഈസ് ഈക്വൽ ടു 2 sin x. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളണം. sin x മൈനസ് sin 3x നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. sin x മൈനസ് sin 3x എന്ന് പറയുന്നത് എന്താണ്? LHS വരുന്നത് sin x മൈനസ് sin 3x. അപ്പോ 2 sin of 3x x മൈനസ് y ബൈ 2 എന്നല്ലേ. അപ്പോൾ x മൈനസ് 3x എന്ന് പറയുമ്പോൾ മൈനസ് 2x എന്ന് വരും. ബൈ 2 ചെയ്യുമ്പോൾ മൈനസ് x എന്ന് വരും. അപ്പോൾ 2 sin x മൈനസ് sin 3x എന്ന് പറയുന്നത് 2 sin of മൈനസ് x ഇൻറ്റു cos of x പ്ലസ് y ബൈ 2 എന്ന് വരും. അപ്പോൾ x പ്ലസ് 3x 4x ആണ്. 4x ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് 2x കിട്ടും. ഡിവൈഡഡ് ബൈ ഇനി നമ്മൾ ഇവിടെ നോക്കുക sin സ്ക്വയർ x മൈനസ് cos സ്ക്വയർ x. നമ്മൾ നേരത്തെ ചെയ്ത രീതിയിലാണെങ്കിൽ a സ്ക്വയർ മൈനസ് b സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരുപാട് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കൊള്ളണം. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. cos 2x എന്ന് പറയുന്നത് cos സ്ക്വയർ x മൈനസ് sin സ്ക്വയർ x ആണെന്ന് പഠിച്ചിട്ടുണ്ട്. cos 2x is equal to cos സ്ക്വയർ x മൈനസ് sin സ്ക്വയർ x ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരണം. പക്ഷെ ഇവിടെ sin സ്ക്വയർ x മൈനസ് cos സ്ക്വയർ x ആണ്. അതിനെ എങ്ങനെയാണ് cos സ്ക്വയർ x മൈനസ് sin സ്ക്വയർ x ആക്കുന്നത്? നോക്കിക്കോണം. ഇവിടുന്ന് രണ്ടിടത്ത് നമുക്കൊരു നെഗറ്റീവ് സൈൻ മൈനസ് കോമൺ എടുക്കാം. അതായത് മൈനസ് ഇനി വെളിയിലെടുത്തു. ഇനി നോക്കിക്കോളണം. മൈനസ് cos സ്ക്വയർ x നിന്ന് മൈനസ് ഇനി എടുത്തു കഴിഞ്ഞാൽ അത് പ്ലസ് cos സ്ക്വയർ x ആവും. പ്ലസ് cos സ്ക്വയർ x ആകും. പ്ലസ് sin സ്ക്വയർ x നിന്ന് മൈനസ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് sin സ്ക്വയർ x ആവും. അപ്പോ ഒന്നുമില്ല, sin സ്ക്വയർ x മൈനസ് cos സ്ക്വയർ xനെ മൈനസ് കോമൺ എടുത്താൽ നേരെ തിരിച്ചെഴുതാം. അതായത് a പ്ലസ് ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ a മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് ബി മൈനസ് എ ആണ്. ഈ ഒരു സാധനം ഓർത്ത് വെച്ചാൽ മതി. a മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് ബി മൈനസ് എ ആണ്. അപ്പോൾ sin സ്ക്വയർ x മൈനസ് cos സ്ക്വയർ xനെ cos സ്ക്വയർ x മൈനസ് sin സ്ക്വയർ x ആക്കണമെങ്കിൽ നമ്മൾ പുറത്തൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെ എഴുതും? സൈൻ ഓഫ് മൈനസ് എക്സ് എന്തായിരുന്നു? മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ആ മൈനസ് നമുക്ക് ആദ്യം എഴുതാം. മൈനസ് 2 സൈൻ എക്സ് കോസ് 2x ഡിവൈഡഡ് ബൈ, ഇനി നമുക്ക് ഇവിടെ മൈനസ് ഉണ്ട്. ഇനി കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ്? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് കോസ് 2x ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ മൈനസും ക്യാൻസൽ ആയി. കോസ് 2xും കോസ് 2xും ക്യാൻസൽ ആയി. നമുക്ക് കിട്ടേണ്ട ആൻസർ തന്നെ കിട്ടിയിട്ടുണ്ട്, സൈൻ 2x. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് വീണ്ടും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് പഠിക്കുക. എങ്കിൽ മാത്രം നമുക്ക് ആ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും കറക്റ്റ് ആയിട്ട് എവിടെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക്ക് എഡ്യൂടെക്.